അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എൻ്റെ പേര് ആമിന, സ്ഥലം വിളപ്പിൽശാല. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നമ്മുടെ ഇപ്പോഴത്തെ തലമുറയെ കാർന്നു തിന്ന ലഹരിയെക്കുറിച്ചാണ്. ഇസ്ലാമികപരമായി നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഒരു സന്ദേശം. വിശുദ്ധ ദീൻ അഥവാ മഖാസിദു ശരിയ എന്ന് പറയും. ശരീഅത്തിന്റെ താല്പര്യം നമുക്കറിയാം. എപ്പോഴും ശരീഅത്ത് വിവാദങ്ങൾ ലോകത്ത് രൂപപ്പെടാറുണ്ട്. ശരീഅത്ത് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടും ശരീഅത്തിന്റെ താല്പര്യം എന്തെന്ന് അറിയാത്തത് കൊണ്ടും രൂപപ്പെടുന്നതാണ് ശരീഅത്ത് വിരുദ്ധ വിവാദങ്ങൾ. ശരീഅത്ത് വിരുദ്ധ വിവാദങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല, മതവിരുദ്ധമായ അല്ലെങ്കിൽ മതത്തോട് വിമുക്തി ഉണ്ടാക്കുന്ന, വിരോധമുണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദീനിന്റെ ലക്ഷ്യം എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ്. മഖാസിദു ശരിയ അഥവാ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം ദീനിന് അതിൻ്റെതായ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ ഖംസത്തുൻ, 5 എണ്ണമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അഥവാ ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ലക്ഷ്യങ്ങൾ 5 ആണ്. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തത് ഹിഫ്ദുദ്ദീൻ, ഒരാളുടെ ദീനീയായ കാര്യങ്ങളുടെ സംരക്ഷണമാണ്. അവന്റെ ഇബാദത്തുകൾ, ആരാധനാമുറകൾ, സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവിടെ കൃത്യമായ നിലപാടുണ്ട്. ദീനിൻ്റെതായ നിലപാട്. അവനെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമായ കാര്യങ്ങളുണ്ട്. സമയബന്ധിതം എന്ന് പറഞ്ഞാൽ നമസ്കാരം, ഓരോ ദിവസത്തെയും നിസ്കാരങ്ങൾ, അതിന്റെ ക്രമങ്ങൾ, വർഷത്തിൽ നിർവഹിക്കുന്ന നിർബന്ധമായ ഹജ്ജ്, റമദാനിലെ നോമ്പ്, അതോടൊപ്പം തന്നെ ദുൽഹിജ്ജിൽ നിർവഹിക്കുന്ന ഹജ്ജ് എന്ന് തുടങ്ങി ഒരു മനുഷ്യൻ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ നിർവഹിക്കുന്ന ദീനിയായ മുഴുവൻ സംഗതികളും, അദ്കാറുകൾ, സ്വലാത്തുകൾ എന്ന് വേണ്ട അവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട മുഴുവൻ കാര്യങ്ങളെയും സംരക്ഷിക്കുക. അത് ദീനിന്റെ മഖാസിദുകളിൽ ഒന്നാമത്തതാണ്. രണ്ടാമത്തത് ഹിഫ്ദുൽ അഖൽ എന്നതാണ്. ഒരു മനുഷ്യന്റെ ബുദ്ധിയെ, അവന്റെ അഖലിനെ സംരക്ഷിക്കേണ്ടത് ദീനിന്റെ താല്പര്യമാണ്. വിശുദ്ധ ദീനിന്റെ താല്പര്യം ഒരു മനുഷ്യന്റെ അഖലിനെ സംരക്ഷിക്കുക. എന്റെ ബുദ്ധി മറിക്കുന്ന, അല്ലെങ്കിൽ എന്റെ ബുദ്ധിക്ക് ആ ബുദ്ധിയുടെ സ്ഥാനം തെറ്റിക്കുന്നതെല്ലാം അള്ളാഹു എനിക്ക് ഹറാമാക്കി. അതുകൊണ്ടാണ് ലഹരിയുടെ വിഷയത്തിൽ ഏറ്റവും ശക്തവും യുക്തിപരവും അതുപോലെ തന്നെ ഏറ്റവും വ്യക്തവുമായ ഒരു നിലപാട് സ്വീകരിച്ച മതമാണ് ദീനുൽ ഇസ്ലാം. ഒരു മനുഷ്യന്റെ ബുദ്ധി മറയുന്ന അല്ലെങ്കിൽ ബുദ്ധി മറിക്കുന്ന, അവന്റെ സ്വബോധം നഷ്ടപ്പെടുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് അറബിയിൽ ഖംർ. ഖംർ എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ നമ്മുടെ തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന കള്ള് കൊണ്ടുപോയി അത് സൂക്ഷിച്ച് അതിനെ സുർക്കയാക്കി പിന്നെ മറ്റെന്തൊക്കെയോ ചേർത്ത് അതിനെ കള്ളാക്കി, ആ കള്ള് എന്നതിന് അറബിയിൽ പറയുന്ന പേരല്ല ഖംർ. അതിനും പറയും ഖംർ, പക്ഷെ അത് മാത്രമല്ല ഖംർ. അത് നൽകപ്പെട്ട വിശദീകരണം തന്നെ. ഖംർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിയെ മറക്കുന്നതെല്ലാം. അതിലെന്തുണ്ടെങ്കിലും, അതിന് പുകയിലൂടെയാണെങ്കിലും, ഇനി അതല്ല മറ്റേതെങ്കിലും പൊടിയിലൂടെയാണെങ്കിലും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ദ്രാവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും, മനുഷ്യ ബുദ്ധിയെ തകർക്കുന്നതെല്ലാം അള്ളാഹു ഹറാമാക്കി. ഇങ്ങനെ ഒരു വ്യക്തമായ നിലപാട് ഈ വിഷയത്തിൽ 14 മുമ്പ് ലോകത്തോട് പ്രഖ്യാപിച്ച മതത്തിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം. കോടാനക്കോടി മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ അട്ടദിക്കുകളിൽ ജീവിക്കുന്നുണ്ട്. ആ ലോകത്തിന്റെ അട്ടദിക്കുകളിൽ ജീവിക്കുന്ന കോടാനക്കോടി മുസ്ലിമീങ്ങൾ, അവരിൽ ബഹുഭൂരിപക്ഷവും മദ്യപാനം ഉപേക്ഷിച്ചത്, ലഹരി ഉപേക്ഷിച്ചത്, അവരെ സംബന്ധിച്ചിടത്തോളം മതം അവരെ അതുകൊണ്ട് വിലക്കി എന്നുള്ളത് കൊണ്ടാണ്. ദീനത് വിലക്കി. പലപ്പോഴും സംസ്കാരത്തിന്റെയും ആർഭാടത്തിന്റെയും അതുപോലെ തന്നെ പുരോഗതിയുടെയും ഒക്കെ അടയാളമായി മദ്യത്തെയും അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളെയൊക്കെ പരിചയപ്പെടുത്തപ്പെട്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പോലും. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ മദ്യം വിളമ്പുന്ന സാഹചര്യമുണ്ട്. അഥവാ സമൂഹത്തിലെ ഉയർന്ന കാറ്റഗറിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒന്നായി മദ്യത്തെ അവതരിപ്പിക്കുന്ന ആ രൂപം പോലും ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്. പക്ഷെ ഇതെല്ലാം ലോകത്ത് പലതരത്തിൽ രൂപപ്പെട്ടപ്പോഴും വിശുദ്ധ ദീൻ വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ മദ്യപിക്കരുതെന്നല്ല, മദ്യം വിളമ്പുന്ന പന്തിയിൽ നിങ്ങൾ ഇരിക്കരുത്. മദ്യം വിളമ്പുന്ന ഒരിടമുണ്ടെങ്കിൽ അവിടെ ഞാനിതാ മദ്യം കുടിക്കില്ല, ഞാൻ അവിടെ മറ്റു പലതുമാണ് ഭക്ഷിക്കുന്നത്, മദ്യം എനിക്ക് വേണ്ട, ഞാൻ മുസ്ലിമാണ്, ഹറാമാണ് എന്ന് പറയാൻ മുസ്ലിമിനോട് കൽപ്പിച്ചില്ലെന്ന് മാത്രമല്ല,
വളരെ കൃത്യമായി ദീൻ പറഞ്ഞു, മദ്യം വിളമ്പുന്നിടത്ത് നീ ഹലാലായ ഭക്ഷണമാണ്, എന്ത് ഭക്ഷണമാണെന്ന് പറഞ്ഞാലും മദ്യം വിളമ്പുന്ന സദസ്സിലിരുന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് പഠിപ്പിച്ച മതത്തിന്റെ പേരാണ് ഇസ്ലാം. ഇത് മാത്രമല്ല, ലോഡിങ് പോലെ ഞാനൊരു INTUC അല്ലെങ്കിൽ CIT-യുടെയോ തൊഴിലാളിയാണെന്ന് സങ്കല്പിക്കുക. ലോഡിറക്കേണ്ടി വരികയാണ്. എന്ത്? മദ്യം അല്ലെങ്കിൽ ബാറിന്റെ മുന്നിൽ ലോഡിറക്കേണ്ടി വന്നാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലഅനല്ലാഹ്, അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകും. ആര്? കള്ളു കുടിക്കുന്നവനല്ല, നേരെ മറിച്ച് ലോഡിങ്ങുകാരൻ, മദ്യമിറക്കുന്നവൻ പോലും. എന്നുവെച്ചാൽ ആ നിലയിൽ പോലും അതുമായി ബന്ധപ്പെടരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ദീനുൽ ഇസ്ലാം. കാരണം മനുഷ്യന്റെ ബുദ്ധിയെ, സ്വബോധം നിലനിർത്തുന്നതിൽ അത്രത്തോളം കണിശതയുണ്ട് അള്ളാഹുവിന്റെ മതത്തിന്. അതാണ് മനുഷ്യബുദ്ധിയെ മറക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വബോധം നഷ്ടപ്പെടുത്തുന്നതിന് മുഴുവനും അള്ളാഹു ഹറാമാക്കി 114 മുമ്പ്. പക്ഷെ കാലം വൈകിയാണ് തിരിച്ചറിയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ ദീൻ നമ്മെ സംരക്ഷിക്കുകയായിരുന്നു, എല്ലാവിധ കൊള്ളരുതായ്മകളിൽ നിന്നും സംരക്ഷിക്കുകയായിരുന്നു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഇദുകും ലഅല്ലകും തദക്കറൂൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹു കൽപ്പിക്കുന്ന കാര്യം, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നന്മ കൊണ്ടും നീതി കൊണ്ടുമാണ് അല്ലാഹു കൽപ്പിക്കുന്നത്. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി, അല്ലാഹു വിരോധിക്കുന്നത് മ്ലേച്ഛമായ സംഗതികളാണ്. മുൻകറായ മനുഷ്യ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന വെറുക്കപ്പെടുന്ന കാര്യമാണ് അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ അനാശാസ്യങ്ങളിൽ പെട്ടുപോകരുത്, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ തകർക്കരുത് എന്നൊക്കെ ദീൻ പറഞ്ഞപ്പോൾ അതൊക്കെ പഴഞ്ചനായി അവതരിപ്പിക്കപ്പെട്ടു, പഴഞ്ചനായി നമുക്കിടയിൽ അവതരിപ്പിക്കപ്പെട്ടു. നമ്മുടെ മക്കളെ നോക്കിയിട്ട് കരയുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ചില സംഗതികളുണ്ട്. ലഹരിക്കടിമപ്പെട്ട് സ്വന്തം മാതാക്കളുടെ അല്ലെങ്കിൽ സ്വന്തം ഉമ്മമാരുടെ നേരെ പോലും കൊടുവാള് കൊണ്ട് പ്രയോഗം നടത്തിയിട്ട് അവരെ വെട്ടി നുറുക്കുന്ന മക്കളെ നോക്കി കരയുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചറിയേണ്ട ചില സംഗതികളുണ്ട്. ഫാഷിസം ഇവിടെ കടന്നു വന്നു. ബാബരി മസ്ജിദിന്റെ താഴിക കുടങ്ങൾ അവൾ തല്ലി തകർത്തു. മാത്രമല്ല, നമ്മളോടവർ പൗരത്വത്തെ സംബന്ധിച്ച് വിചാരണ നടത്താൻ കടന്നു വന്നു. നമ്മുടെ അടിയാധാരം അവർ ചോദിച്ചു. ഫാഷിസം കടന്നു വന്നപ്പോ നമ്മളെല്ലാവരും സടകുടൻ എഴുന്നേറ്റു. നമ്മൾ പ്രതിഷേധ ധർണകൾ നടത്തി, നമ്മുടെ വീര്യം നമ്മൾ പ്രകടിപ്പിച്ചു. ഫാഷിസത്തിനെതിരെ നമ്മൾ പോരാടി. കാര്യം എന്താ? ഫാഷിസം നമുക്കറിയാം, അത് ആളെ കൊല്ലുന്നതാണ്, ഗ്യാസ് ചേമ്പറുകൾ സൃഷ്ടിക്കുന്നതാണ്, മനുഷ്യരാശിയെ തകർക്കുന്നതാണ്. മാത്രമല്ല, മനുഷ്യർക്കിടയിൽ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുന്ന മഹാവൃത്തികെട്ട ഒന്നാണ് ഫാഷിസം എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് നമ്മളെല്ലാവരും ജനങ്ങളെ ജാഗരൂകരാക്കി, പ്രതിഷേധങ്ങൾ നടത്തി, സജീവമായി രംഗത്ത് വന്നു. ഞങ്ങളുടെ ജീവൻ കൊടുത്തു പോലും ഫാഷിസത്തിനെതിരെ പോരാടുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചു. ശരി, അത് വേണ്ടതാണ്, നമ്മൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. അവസാനം വഖഫ് വരെയുള്ള വിഷയങ്ങളിൽ തുടരണമത്. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കണം, ഫാഷിസത്തോട് ഈ രൂപത്തിൽ പ്രതിരോധിച്ച നമ്മൾ മറുഭാഗത്തുകൂടി വേറൊന്നു വന്നു. അതെന്തായിരുന്നു? ലിബറലിസം ആയിരുന്നു. ഫാഷിസത്തെ പ്രതിരോധിച്ച നമ്മൾ ഒരിക്കലും ലിബറലിസത്തെ പ്രതിരോധിച്ചില്ലെന്ന് മാത്രമല്ല, നമ്മളത് പുൽകി. നമ്മിൽ പല വീടുകളും, നമ്മുടെ മക്കളിൽ പലരും, നമ്മുടെ ഉമ്മമാരിൽ പലരും, നമ്മിൽ പലരും ആ ലിബറലിസത്തെ പുൽകി. കാരണം ലിബറലിസം കടന്നു വന്നത് ഒരിക്കലും കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടല്ല, പള്ളി പൊളിക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ല, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ല, ഇക്കിളിയിട്ടുകൊണ്ടും എന്റർടൈൻമെന്റ് ചെയ്യിച്ചുകൊണ്ടുമാണ് ഈ പറയുന്ന ലിബറലിസം നമുക്കിടയിലേക്ക് കടന്നു വന്നത്. അവർ നമ്മുടെ മക്കളിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോ? ഈ അങ്ങേറ്റം പ്രയാസകരമായ മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊളിച്ച് പുറത്തേക്ക് പോവാ. സ്വാതന്ത്ര്യത്തിന്റെ ലോകമുണ്ട്. മക്കനയിട്ട് സ്വന്തം അഭിമാനം സംരക്ഷിച്ച് നമ്മുടെ കലാലയങ്ങളിലേക്ക് എൻട്രൻസ് പാസ്സാകാൻ, പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പസുകളിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ ചെന്ന് നമ്മുടെ മക്കളെ വിളിച്ച് മാന്യമായി പർദ്ദ എന്ന് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തിനാണ് നീ ചാക്കിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്? ഞങ്ങൾ വിഹരിക്കുന്ന ലോകം കണ്ടില്ലേ? സ്വാതന്ത്ര്യത്തിന്റെ ലോകമുണ്ട്. മൈ ബോഡി മൈ ചോയ്സ് എന്ന് വിളിച്ചു പറഞ്ഞ് ആ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് പറന്നുവാ എന്നവർ ആവശ്യപ്പെട്ടപ്പോ ഇവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നറിയാതെ വലിയൊരു സ്വാതന്ത്ര്യത്തിന്റെ ലോകം ഞങ്ങൾക്കായി തുറക്കപ്പെട്ടു എന്ന തെറ്റിദ്ധാരണയിൽ അവരുടെ വസ്ത്രങ്ങൾ ഊരിമാറ്റി അവരിതാ ചാടി പുറത്തിറങ്ങി. പാതിരാത്രികളിൽ അവർക്ക് വേണ്ടി ഹബ്ബുകളും പബ്ബുകളും തുറന്നു വെച്ചു, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടി. ആ പബ്ബുകളിലേക്കും ഹബ്ബുകളിലേക്കും കടന്നു ചെന്ന
7 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ആ ഇടങ്ങളിൽ നമ്മുടെ പെൺമക്കൾക്ക് ഒരു രാത്രി മുഴുവൻ ഡിന്നർ ഫ്രീ ആയി കൊടുത്തു. ലിബറലിസം ഈ രൂപത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ വാതിലുകൾ തുറന്നിട്ടപ്പോ പല ആളുകളും വിചാരിച്ചത് ഇനി എന്തിന് മതം, ഇനി എന്തിന് ദീൻ, ഇനി എന്തല്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മതത്തെ തന്നെയും തെറിവിളിച്ചുകൊണ്ട് കടന്നുപോയ ആളുകളുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലിബറലിസ്റ്റുകൾ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് പുറത്തിറക്കിയ നമ്മുടെ മക്കളുടെ കയ്യിൽ വെച്ചു കൊടുത്തത് പഴയ കാലഘട്ടത്തിൽ ആളുകൾ ഉപയോഗിച്ച് മത്തടിച്ച് റോട്ടിൽ കിടക്കുന്ന കള്ളായിരുന്നില്ല, കഞ്ചാവായിരുന്നില്ല. അതിനേക്കാൾ മാരകമായ സിൻഡിക്കേറ്റ് ലഹരികൾ അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തു. മാരകമായ ലഹരികൾ അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ആ ലഹരി ഉപയോഗിച്ചുകൊണ്ട് മൂക്ക് തകർന്നവരായി, ഉള്ളു തകർന്നവരായി, കരൾ തകർന്നവരായി, അതുപോലെ തന്നെ കിഡ്നി തകർന്നവരായി അവര് മാറി. ഈ രൂപത്തിൽ മാരകമായ ലഹരി അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തു. സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ മക്കളുടെ കയ്യിൽ, പറന്നു ചെന്ന മക്കളുടെ കയ്യിൽ, വിവാഹം വേണ്ടെന്ന് പോലും വാദിച്ച മക്കളുടെ കയ്യിൽ അവർ വ്യഭിചാരശാലകൾ തുറന്നു വെച്ചു. എന്തിനാണ് വിവാഹം? വാപ്പ അധ്വാനിക്കുന്നതും പ്രയാസപ്പെടുന്നതും കണ്ടില്ലേ? ഉമ്മയുടെ മുഖത്തെ കല കണ്ടില്ലേ? അവരെത്രമാത്രം പ്രയാസപ്പെടുന്നത് കണ്ടില്ലേ? നമ്മൾ എന്തിനീ കഷ്ടപ്പാട് സഹിക്കണം? നമുക്ക് വലിയൊരു ലോകമുണ്ട്, സ്വാതന്ത്ര്യത്തിന്റെ ലോകമാണ്. അവിടെ ലിവിങ് ടുഗദർ മതി. തൽക്കാലത്തേക്ക് ഒരാളെ കിട്ടുക, പോവുക, ഈ രൂപത്തിൽ അഡ്ജസ്റ്റ്മെന്റ് മതി. ഈ ഭാരങ്ങളൊന്നും നമ്മൾ ചുമക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ സ്വാതന്ത്ര്യത്തിന്റെ വലിയ ലോകം തുറന്നു കിട്ടി. പറവുകളായി പാറി നടക്കാമിനി എന്ന് തെറ്റിദ്ധരിച്ചു പോയ മക്കളാണ്. അവർക്ക് മുന്നിൽ വ്യഭിചാരശാലകൾ തുറന്നു വെച്ചു. മാരകമായ രോഗത്തിലേക്കുള്ള വഴികൾ അവർക്ക് വേണ്ടി തുറന്നു വെച്ചു. അവരുടെ കൈകളിൽ, അവരുടെ സിരകളിൽ ലഹരി നിറച്ചു കൊടുത്തു. മനസ്സിലാക്കണം, ആ മക്കളാണ് കണ്ണുകലങ്ങി നമ്മുടെ വീട്ടിലെ വിടകങ്ങളിലേക്ക് കടന്നു വന്നത്. ആ മക്കളാണ് കൊടുവാൾ എടുത്തുകൊണ്ട് സ്വന്തം മാതാക്കളെയും പിതാക്കളെയും വെട്ടിക്കൊല്ലുന്നവരായി മാറുന്നത്. ഇന്ന് സമൂഹം ഒന്നടങ്കം ചോദിക്കുന്നു, ഗവൺമെന്റുകൾ ചോദിക്കുന്നു, അതുപോലെ തന്നെ സംഘടനകൾ ചോദിക്കുന്നു, എങ്ങനെ നമ്മുടെ മക്കളെ തിരിച്ചു പിടിക്കുമെന്ന്. എവിടെ പോയി ലിബറലിസ്റ്റുകൾ? അവരോട് പറ. മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ മുദ്രാവാക്യം പഠിപ്പിച്ച് ഈ പറയുന്ന സർവ്വ തെമ്മാടിത്തരത്തിലേക്കുമുള്ള വാതിലുകൾ തുറന്നു കൊടുത്ത ഈ ലിബറലിസ്റ്റ് വാദികൾ എവിടെ? നമ്മുടെ മക്കളെ തിരിച്ചു തരാൻ അവരുണ്ടോ? ഇല്ല, അവർ ഈ വഴിക്ക് വരില്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഈ മദ്യവും അതുപോലെ തന്നെ ചൂതാട്ടവും നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നത് പരസ്പരമുള്ള വിദ്വേഷം, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, അക്രമങ്ങൾ മാത്രമല്ല, ഉമ്മുൽ ഖബായിസ്, ഏതെല്ലാം കൊള്ളരുതായ്മകളുണ്ടോ ആ സർവ്വ കൊള്ളരുതായ്മകളുടെയും കവാടം നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി എന്ന് ദീൻ പഠിപ്പിച്ചപ്പോ അത് സ്വാതന്ത്ര്യത്തെ ഹനിക്കലായി അവതരിപ്പിച്ചുകൊണ്ട് ലിബറലിസ്റ്റ് ചിന്തയുടെ പിന്നാലെ പോയ ആളുകൾ ഇന്ന് മാരക ലഹരിയിൽ അകപ്പെട്ടുകൊണ്ട്, അടിമപ്പെട്ടുകൊണ്ട് സമൂഹത്തിലെ ക്രിമിനലുകളായി മാറുകയാണ്. ഇവിടെ എന്താ പരിഹാരം? എന്ത് ഈ സമൂഹത്തോട് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, ഫഫിറു ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുക, ദീനിലേക്ക് തിരിച്ചു പോവുക. ദീനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ ദീനെ സംബന്ധിച്ചിടത്തോളം ആ ദീൻ കടന്നു വന്നത് മുഴുക്കുടിയന്മാരായ ഒരു സമൂഹം ജീവിച്ചിരുന്നിടത്താണ്. മുഴുക്കുടിയന്മാരായ ആളുകൾ ലഹരിയിൽ മത്തടിച്ച്, ലഹരിയില്ലാതെ ഞങ്ങൾക്കൊരു ദിനമില്ല, ഒരു മണിക്കൂറില്ലെന്ന് പ്രഖ്യാപിച്ച, മരണാനന്തരം പോലും ലഹരിയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ധരിച്ച് ഈ പറയുന്ന ഡ്രഗ് അഡിക്റ്റുകളായ ഒരു സംഘം ആളുകൾ, അവർക്കിടയിലേക്കാണ് അള്ളാഹുവിന്റെ ദീൻ കടന്നു വന്നത്. ആ കള്ളുകുടിയന്മാരെയാണ് വിശുദ്ധ ഖുർആന്റെ ആയത്തോതിയിട്ട് സംസ്കരിച്ചത്. മാത്രമല്ല, പാദരാത്രികളിൽ തുറന്നു വെച്ച വ്യഭിചാരശാലകൾ ഉണർന്നിരുന്നിടത്താണ് അള്ളാഹുവിന്റെ ദീൻ കടന്നു വന്നത്. വ്യഭിചാരത്തിൽ പൂണ്ടുപോയ, ലിവിങ് ടുഗദറിൽ അഡിക്റ്റായ ഒരു സമൂഹത്തിലേക്കാണ് അള്ളാഹുവിന്റെ ദീൻ കടന്നു ചെന്നിട്ട് അവരെ സംസ്കരിച്ച് പുറത്തു കൊണ്ടുവന്നത്. നമുക്കറിയാം, ചരിത്രം വായിക്കുമ്പോ, നമുക്ക് പിൽക്കാലഘട്ടത്തിൽ ലോക സമൂഹത്തെ നയിച്ച നായകന്മാരുടെ ചരിത്രം വായിക്കുമ്പോ, ലോകത്തെ ഏറ്റവും അധികം ഉയർത്തിപ്പിടിച്ച, ലോക സമൂഹത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുപോയ രാജാക്കന്മാരുടെ ചരിത്രം വായിക്കുമ്പോ മുസ്ലിം സമൂഹത്തിന്റെ ഇടപെടലുകളെ സംബന്ധിച്ച്, അവർ ലോകത്തിന് നൽകിയ സംഭാവനകളെ സംബന്ധിച്ചൊക്കെയുള്ള ചരിത്രം, ഇന്നലകളിലെ മധ്യകാല മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം വായിക്കുമ്പോ നമ്മൾ തിരിച്ചറിയണം, ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് മണ്ണിൽ തലപൂഴ്ത്തിക്കഴിഞ്ഞിരുന്ന ഒരു ജനത, ആ ജനതയെ വിശുദ്ധ ഖുർആൻ അവിടെ നിന്ന് മോചിതരാക്കി, രാജാക്കന്മാരാക്കി വാഴിച്ചുവെങ്കിൽ ആ ഖുർആനും ആ സുന്നത്തുമാണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത്.
ആ ദീൻ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് നിലവിലെ ഈ ലഹരി ബാധിച്ച സമൂഹത്തെ വിശുദ്ധ ദീനിന്റെ സൽപന്താവിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയും ദീൻ അവർക്ക് നൽകുന്ന ഹിഫ്ള്, സംരക്ഷണം, ആ സംരക്ഷണ കവചം അവർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്യാണ് നമ്മൾ വേണ്ടത്. ആ സംരക്ഷണ കവചം അവർക്ക് തീർത്തു കൊടുത്താൽ അടിസ്ഥാനപരമായി 5 കാര്യങ്ങളിൽ സംരക്ഷണം അവർക്കുണ്ടാകും. 1 ഹിഫ്ളുദ്ദീൻ, അവരുടെ ദീനിന്റെ സംസ്കരണമാണ്. 2 ഹിഫ്ളുൽ അഖൽ, അവരുടെ ബുദ്ധിയുടെ സംസ്കരണമാണ്. 3 ഹിഫ്ളുൻ നസ്ൽ, അവരുടെ കുടുംബത്തിന്റെ സംരക്ഷണമാണ്. ബാപ്പയെ സ്നേഹിക്കുന്ന, ഉമ്മയെ സ്നേഹിക്കുന്ന, വല്ലുപ്പയെ ആദരിക്കുന്ന, മക്കളെ പോറ്റുന്ന, കുടുംബത്തെ പരിപാലിക്കുന്ന ആ കുടുംബ വ്യവസ്ഥയുടെ സംരക്ഷണമാണ്. 4 ഹിഫ്ളുൻ നഫ്സ്, അവന്റെ മെന്റലി ആൻഡ് ഫിസിക്കലിയുള്ള ഹെൽത്ത്, ആരോഗ്യം സംരക്ഷിക്കുന്ന, സ്വന്തത്തെ സംരക്ഷിക്കുന്ന, മാനസിക രോഗങ്ങളിൽ നിന്ന് മുക്തനായ, ഡിപ്രഷനിൽ നിന്ന് മുക്തനായ, ആൻസൈറ്റിയിൽ നിന്ന് മുക്തനായ, അതേ സർവ്വ ശിർക്കിൽ നിന്നും, കുഫറിൽ നിന്നും, നിഫാഖിൽ നിന്നും, കാപട്യങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ അസൂയയിൽ നിന്നും, അങ്ങനെ മനസ്സിനെ ബാധിക്കുന്ന സർവ്വ രോഗങ്ങളിൽ നിന്നും സുരക്ഷിതനായ ഹിഫ്ളുൻ നഫ്സ്, അവന്റെ ബോഡിയെയും അവന്റെ മനസ്സിനെയും അവന്റെ ചിന്തയെയും സംരക്ഷിക്കുന്ന. 5 ഹിഫ്ളുൽ മാൽ, ഒരു മനുഷ്യന്റെ സമ്പത്തിനെ സംരക്ഷിക്കുന്ന. അടിസ്ഥാനപരമായി ഈ രൂപത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ 5 കവചങ്ങൾ, മനുഷ്യ ജീവിതത്തിൽ 5 കവചങ്ങൾ തീർത്തുകൊണ്ട് ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും പൂർണ്ണാർത്ഥത്തിൽ സംരക്ഷിക്കുന്ന ആ വിശുദ്ധിയുടെ ദീൻ പൂർണ്ണമായി കുടുംബത്തിലേക്ക്, പൂർണ്ണമായി വ്യക്തിയിലേക്ക്, പൂർണ്ണമായി സമൂഹത്തിലേക്ക് എടുത്തു വെക്കലാണ് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം. അല്ലെങ്കിൽ തൽക്കാലം ഒരു ബോധവൽക്കരണ ക്ലാസും അതല്ലെങ്കിൽ ഒരു മുദ്രാവാക്യവും ഒരു പ്ലേ കാർഡുമായി നടന്നാൽ തൽക്കാലം ഒരു ശാന്തി ഉണ്ടാകും. ആ പ്ലേ കാർഡുമായി നടക്കുമ്പോൾ തന്നെ ഈ ഏറ്റവും വലിയ റവന്യൂ വരുമാനം നമ്മുടെ ഗവൺമെന്റിന് കിട്ടുന്നത് മദ്യശാലകളിലൂടെയാണ് എന്നുള്ള വൈരുദ്ധ്യം അവിടെ നിലനിൽക്കുകയും ചെയ്യും. കള്ളുകുടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അല്ലെങ്കിൽ ലഹരിക്കുള്ള എല്ലാ സംവിധാനങ്ങളും തുറന്നു വെക്കുകയും ആ തുറന്നു വെക്കപ്പെട്ട ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ലഹരിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും തൽക്കാലം എന്തെങ്കിലും മുട്ടുശാന്തിക്ക് വേണ്ടി കുറച്ച് അറസ്റ്റുകളുമൊക്കെയായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ ലഹരിമുക്ത കേരളം സാധ്യമല്ല. നേരെ മറിച്ച് അതേ ഒരു ബാറിൽ ഒരു മുസ്ലിം പോയി നിന്നാലും അവൻ പറയും, ഞാൻ മദ്യപിക്കില്ല. എന്തുകൊണ്ട്? ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്. അവന്റെ കയ്യിൽ ചരസുമായി അല്ലെങ്കിൽ MDMA-യുമായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി വസ്തുക്കളുമായി ഒരുത്തൻ സമീപിച്ചാൽ അവൻ അതിന്റെ പണം അതല്ലെങ്കിൽ അതിന്റെ ഒരു കേറിറായി മാറി അതുകൊണ്ട് വിറ്റ് കൊണ്ടുവന്നാൽ പണം നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ പറയും, എനിക്കിത് നിഷിദ്ധമാണ്, ഹറാമാണ്, ഞാനിത് ചെയ്യില്ല. 1 കോടി കിട്ടി എന്ന് പറഞ്ഞാലും അല്ല കോടാനക്കോടി കിട്ടി എന്ന് പറഞ്ഞാലും ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഇത് എനിക്ക് ദീൻ വിലക്കിയതാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു പോരുന്ന ആ ഒരു സംസ്കാരം തീർച്ചയായും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാനും ആ ഒരു ദീനിയായ ചുറ്റുവട്ടങ്ങളിൽ അവരെ ജീവിക്കുവാനും കാനേശുമാരി കണക്കിൽ മാത്രം മുസ്ലിമായി എഴുതിയിട്ട് ഇസ്ലാമിക വിരുദ്ധ ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അഥവാ എക്സ് മുസ്ലിം എന്ന പേര് സ്വീകരിച്ച് അല്ലെങ്കിൽ സ്വീകരിക്കാതെ ഇസ്ലാമിൽ നിന്ന് പുറം ചാടി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിവായി ദീൻ പുൽകുന്ന, ഈമാൻ പുൽകുന്ന, തഖ്വ പുൽകുന്ന പാദരാത്രിയിൽ അതേ സ്വന്തം മകളോട് പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ കൽപ്പിക്കുമ്പോൾ പോലും ഈ നാട്ടിൽ ഇത് പാടില്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ എന്ന് മകൾ ചോദിക്കുമ്പോൾ ഈ പാദരാത്രിയിൽ നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ ഈ അടുക്കളയിൽ ഈ പാത്രത്തിലേക്ക് ഒരൽപ്പം വെള്ളമൊഴിച്ചാൽ ഏത് ഭരണാധികാരി അറിയാനാണ്, ഏത് പോലീസ് അറിയാനാണ്, ഏത് പട്ടാളം അറിയാനാണെന്ന് പാദരാത്രിയിൽ അടുക്കളയിൽ ഇരുന്നു കൊണ്ട് ഉമ്മ മകളോട് കുറുകിക്കൊടുക്കുമ്പോൾ മകൾ ചോദിച്ച ചോദ്യമില്ലേ, ഒരു രാജാവിനെയും അല്ലെങ്കിൽ ഒരു പോലീസിനെയും ഒരു പട്ടാളക്കാരനെയും നമുക്ക് നമ്മുടേതായ ഈ ഒരു രഹസ്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞാലും അല്ലാഹു റബ്ബ് അവനിത് കാണുന്നില്ലേ ഉമ്മ, അവന്റെ കണ്ണു മറക്കാൻ നമുക്ക് കഴിയില്ലല്ലോ എന്ന് ചോദിച്ച മകളുടെ മാനസികമായ ഈമാനികമായ അഭിനിവേശത്തിലേക്ക് ഉയർന്നുകൊണ്ട് പരിഹാരം കാണാൻ നമുക്ക് സാധിച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായി ജീവിച്ച് സലാമായി ഏറ്റവും സമാധാനത്തിൽ മരിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.